സമ്പൂർണമായ ജനാധിപത്യമില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. പട്ടാള ഭരണം നടക്കുന്ന പാകിസ്ഥാനിൽ പേരിന് ഒരു തെരഞ്ഞെടുപ്പും ഒരു പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായി അവിടെ തീരുമാനങ്ങൾ പട്ടാളത്തിന് തന്നെയാണ്. പാകിസ്ഥാനിൽ പട്ടാള ഭരണം ആ തരത്തിൽ നിലനിർത്തുന്നതിൽ ചൈനയുടെ പങ്ക് ചെറുതൊന്നുമല്ല. പാകിസ്ഥാനിലെ പട്ടാളവുമായി ചൈനീസ് ഗവൺമെന്റ് പുലർത്തുന്ന അടുത്ത ബന്ധം പാകിസ്ഥാനിലെ ജനാധിപത്യം സ്ഥാപിക്കപ്പെടുന്നതിന് എന്നും ഒരു തടസ്സമായിരുന്നു. എന്നാൽ ആദ്യം പാകിസ്ഥാൻ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിന്നീട് മ്യാൻമാറിലും നിലവിൽ പട്ടാള ഭരണമാണ് ഉള്ളത്. പലപ്പോഴും അവിടെ പട്ടാള ഭരണം തന്നെയായിരുന്നു പാകിസ്ഥാനിലേതുപോലെ. അതേ സമയത്ത് തന്നെ ഇടയ്ക്ക് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കും, വീണ്ടും പട്ടാള അട്ടിമറി നടക്കും. 1948 പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ മ്യാൻമാർ 1962 മുതൽ പട്ടാള ഭരണത്തിലാണ്. മ്യാൻമാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഓങ് സാൻ സൂചി. മിക്കവാറുമൊക്കെ വീട്ടുതടങ്കലിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു നേതാവാണ്. തെരഞ്ഞെടുപ്പുകളിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിക്കും, പക്ഷെ പട്ടാളം അട്ടിമറിക്കും. മ്യാൻമാറിലെ ഈ അട്ടിമറികളുടെ പിന്നിലും ചൈനയുടെ കരങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് പാകിസ്ഥാൻ, മറ്റൊന്ന് മ്യാൻമാർ. ഇത് രണ്ടും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നതുമാണ്. ഈ രണ്ട് പ്രദേശങ്ങളും ഇപ്പോൾ പട്ടാള ഭരണത്തിലാണ്. അതിൻ്റെ പിന്നിൽ ചൈനയ്ക്ക് പങ്കുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. ഇനി മൂന്നാമതായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു ശക്തമായ ജനാധിപത്യ രാജ്യമായിരുന്നു. എന്നാൽ അവിടെയും ഇപ്പോൾ ഒരു വലിയ അട്ടിമറി നടന്നിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് ചൈനയുടെ പങ്കൊന്നും ഇതിൽ കാണാൻ കഴിയില്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം അതിനകത്ത് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തായി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ ശക്തമായതും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ചില പോർട്ടുകളിൽ ചൈനയ്ക്ക് കണ്ണുണ്ടായിരുന്നു. അവിടെ എന്നാൽ ഇന്ത്യക്ക് നടത്തിപ്പ് അവകാശം നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതുമൊക്കെ ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറിക്കായി ചൈന ശ്രമിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. പട്ടാള അട്ടിമറി അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ പട്ടാളത്തിന്റെ കയ്യിലേക്ക് നിയന്ത്രണങ്ങൾ എത്തുകയാണ്. അപ്പോൾ മൂന്നാമത് ഒരു ഇന്ത്യയുടെ അയൽരാജ്യം കൂടി പട്ടാള നിയന്ത്രണത്തിലേക്ക് പോകുന്നോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും. അതേ സമയത്ത് തന്നെ ഇപ്പോൾ മാൽഡീവ്സിൽ പട്ടാള അട്ടിമറിയൊന്നും നടന്നില്ല എങ്കിലും മാൽഡീവ്സിലും ഒരു അട്ടിമറി ചൈന നടത്തിയെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് മാലിദ്വീപില് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഭരണമാറ്റവും ഒക്കെ ഉണ്ടാവുന്നത്. ശ്രീലങ്കയിൽ ഒരു അട്ടിമറി നടന്നു, അതിന്റെ പിന്നിലും ചൈനയ്ക്ക് പങ്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റി. പക്ഷെ എത്ര കാലം അങ്ങനെ പറ്റുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. ഇനി അതുപോലെ തന്നെ നേപ്പാളിൽ ചൈന ഒന്ന് ശ്രമിച്ചതാണ്. നേപ്പാളിൽ KP ശർമ്മ ഒലിയെ വിലക്കെടുത്തുകൊണ്ട് ചൈന വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ ഇന്ത്യ മറികടന്ന് ഇന്ത്യയുടേതായ രീതിയിൽ കാര്യങ്ങൾ നീക്കുകയും നേപ്പാളിന് ഒരു പരിധിവരെ ചൈനയുടെ അധിനിവേശം അല്ലെങ്കിൽ ചൈനയുടെ അമിതമായ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് രക്ഷിച്ചു നിർത്തുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഇപ്പോൾ അവിടെ KP ശർമ്മ ഒലി തന്നെ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ കാലത്ത് പല തരത്തിലുള്ള അട്ടിമറികൾക്കും ലോകരാജ്യങ്ങൾ ശ്രമിക്കും. വിശേഷിച്ച് ചൈനയെ പോലെയുള്ള ഒരു അധിനിവേശ മനോഭാവമുള്ള ലോക ശക്തിയാകണമെന്ന് മോഹിക്കുന്ന രാജ്യങ്ങൾ ചെയ്യും. പണ്ടിതൊക്കെ അമേരിക്ക ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചൈനയും ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏഷ്യയിലെ ചൈനയുടെ പ്രധാന എതിരാളിയായിട്ട് അവർ കാണുന്നത് ഇന്ത്യയാണ്. ലോകത്ത് അത് അമേരിക്ക ആണെങ്കിൽ ഏഷ്യയിൽ അത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ അവർ എതിരാളിയായി കാണുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ചുറ്റും രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാക്കുക എന്നത് അവരുടെ പ്രധാന അജണ്ടകളിൽ ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ നോക്കൂ, സമാനമായി ഇന്നിപ്പോൾ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ അരങ്ങേറിയതുപോലെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യയിലും ഉണ്ടായി. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ അതിനെ തന്ത്രപരമായി കൈകാര്യം ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്ത് പുറത്തു വരികയാണ് ചെയ്തത്. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ ഇന്ത്യക്കകത്തുണ്ടാക്കാനും വിദേശ ശക്തികൾ ശ്രമിക്കുമായിരുന്നു. ഇവിടെ ഉണ്ടാവുന്ന സ്വാഭാവിക സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും പോലും വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാം. ഇപ്പോൾ കർഷക സമരം തീർച്ചയായും അട്ടിമറിക്കപ്പെട്ടിട്ടില്ലേ? മണിപ്പൂരിലെ കലാപം, അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങൾ, ഇതൊക്കെ സാധാരണ ഇന്ത്യക്കാരുടെ പ്രതിഷേധങ്ങളായിട്ടാണ് ഉണ്ടാവുന്നത്. അതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ സ്വാഭാവികമാണ്. പക്ഷെ ഇതിനെ അട്ടിമറിക്കാൻ തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ വിഘടനവാദ ഗ്രൂപ്പുകളെയും മാധ്യമങ്ങളെയും NGOകളെയും ഉപയോഗിച്ചുകൊണ്ട് വിദേശ ശക്തികൾ ശ്രമിക്കും. വിശേഷിച്ച് ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ. ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് ചിലപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ലോകത്തെ ഏറ്റവും മികച്ചൊരു രഹസ്യാന്വേഷണ ഏജൻസി തന്നെ നമുക്കുണ്ട്. അപ്പം നമുക്കിതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞാലും
ബംഗ്ലാദേശിനെയും ശ്രീലങ്കയും പോലെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് അതിന് കഴിയാതെ വരും. ജനങ്ങൾ പോലും അവരറിയില്ല മറ്റാരുടെയോ ചട്ടുകമായിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് എന്ന്. അവർ പോലും തെറ്റിദ്ധരിക്കപ്പെട്ട് തെരുവുകളിൽ ഇറങ്ങി ആയുധധാരികളായി പരസ്പരം കൊന്നു തള്ളുമ്പോൾ അവരറിയുന്നില്ല അവരെ നിയന്ത്രിക്കുന്ന വിദേശ ശക്തികളെ. ബംഗ്ലാദേശിലൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അത്തരമൊരു നീക്കമാകാം.